വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സോയ ചങ്ക്സ് ആവശ്യമുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോയ ചങ്ക്സ് നന്നായി കഴുകി വൃത്തിയാക്കി അത് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടു മുറിച്ചിട്ട് 2 ഭാഗമാക്കി വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. അപ്പോൾ നമുക്കിത് ആദ്യം അത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 1.5 സ്പൂൺ ഓയിൽ വീത്തിൻ്റെ അതിലേക്ക് ഞാൻ ഈ സോയ ചങ്ക്സ് ഇടാം വറുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം. നമ്മൾ വെച്ച സോയ ചങ്ക്സ് പകുതി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊരു പാത്രത്തിലിടണം. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ വീത്താം. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സബോള. അതിടണം. ഒരു സബോള, ഒരു 10 കോച്ച് വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. അതിലേക്ക് വേപ്പില്ല, ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇതൊന്ന് വാടണം. ഇതിൽ വാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ മുട്ട പൊരിക്കണം. മുട്ട ഇടണം. അപ്പോൾ നമ്മൾ വെച്ച സബോള ഏതാണ്ട് ഫ്രൈ ആയി. പിന്നെ അതിൽ നമ്മൾ 3 മുട്ട പൊട്ടിച്ചിടണം. നന്നായി ചിക്കി കൊടുക്കണം മുട്ട. പിന്നെ അതിലേക്ക് ഒരു തക്കാളി ഇടാം, ചെറുതായി അരിഞ്ഞിടാം. നമ്മൾ സോയ ചങ്ക്സ് വെച്ചപ്പോൾ ഉപ്പിട്ടുണ്ട്. പക്ഷേ ഈ മുട്ടയും സബോളയ്ക്ക് ഇട്ടപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒന്നര സ്പൂൺ മുളക് പൊടി, ചില്ലി ഫ്ലാക്സ്, പിന്നെ ചേർക്കേണ്ടത് 1 സ്പൂൺ കുരുമുളക് ചതച്ചത്. എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആവണം. പിന്നെ നന്നായി ഇളക്കി കൊടുക്കാം.
പിന്നെ അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോയാ ചങ്ക്സ് ഇതിലിടാം. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ സോയാ ചങ്ക്സും മുട്ടയും കൂടിയിട്ടുള്ള ഫ്രൈ തയ്യാറായി. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കി ഒരു പാത്രത്തിലെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സും മുട്ടയും വെച്ചിട്ടുള്ള ഫ്രൈ തയ്യാറായി. എൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും വെച്ച് നോക്കിയോളാം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.